ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം, ആ ഖനനത്തിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി CMRL-ആയിരുന്നുവെന്നും CMRL-ന് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ 2 വർഷം അതിന് സഹായമായി എന്ന് CMRL-ന്റെ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അവിടുത്തെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടിയതുകൊണ്ട് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ KMRL നിന്നും CMRL-ലേക്ക് അല്ലെങ്കിൽ KMML-ൽ നിന്നും CMRL-ലേക്ക് ലോഡ് 100 കണക്കിന് ലോഡ് ഇലിമിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ E-way ബില്ല് ഹാജരാക്കി. അപ്പോൾ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, I could not find even a single scrap of paper which supports this contention. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതി തന്നെ പറയാണ്, unauthenticated abstracts of certain E-way bills are produced to point out IREL has supplied eliminate to CMRL. ശരിയാണ്, എനിക്ക് അൺഓതന്റിക്കേറ്റഡ് രേഖകളെ എനിക്ക് ഹാജരാക്കാൻ കഴിയൂ ഈ ഘട്ടത്തിൽ. അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താം ആ രേഖ. ഞാൻ ഫോർജഡ് രേഖയാണ് കോടതി ഹാജരാക്കിയതെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്ന അൺഓതന്റിക്കേറ്റഡ് ആണ്, പക്ഷെ അത് സത്യമായ രേഖയാണ്. 100 കണക്കിന് ലോഡ് സപ്ലൈ IRL നിന്നും CMRL-ലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഇലിമിനേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ കഴിയൂ. അത് ഇപ്പോൾ പ്രാഥമികമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന E-way ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ E-way ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നോ സ്ക്രാപ്പ് ഓഫ് പേപ്പർ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഇലിമിനേറ്റ് ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതൊക്കെ തെളിവിൽ അല്ലെങ്കിൽ തെളിവെടുപ്പിൻ്റെ സമയത്ത് മാത്രം കോടതി നോക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതി ഒരു മെറിറ്റിലൊരു ജഡ്ജ്മെൻറ്റ് എഴുതുന്നത് പോലെയാണ് എഴുതിയത്. പിന്നെ വൺ ലാസ്റ്റ് തിങ് അദ്ദേഹം പറഞ്ഞു, ഈ അടിസ്ഥാനപരമായ കാര്യം, ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അടക്കം മറ്റ് നേതാക്കന്മാർക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു. എന്നാൽ ഹർജിക്കാരന് പിണറായി വിജയനെയും അല്ലെങ്കിൽ വീണ വിജയൻ്റെയും പേരിൽ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന വാദം ബലപ്പെടുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ 100% കൺവിക്ഷനോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് കൂടി ഞാൻ കൊണ്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആർക്കും വേണം പരിശോധിക്കാം. അതായത് ഞാനിപ്പോഴും പറയുന്നു, ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരാമർശത്തിലുണ്ടായിരുന്ന പേരുകളുണ്ടായിരുന്ന പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും RC എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ, അവർക്ക് ഉമ്മൻചാണ്ടി, OC എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി, അവരോട് എന്ത് സമീപനമാണോ ഞാൻ സ്വീകരിച്ചത്, സെയിം സമീപനമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചത്. കാരണം ആ പണത്തിലെ മുഖ്യ പങ്ക് പിണറായി വിജയനാണ് വാങ്ങിയത് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോർഷൻ വെച്ചിട്ടല്ല എൻ്റെ കേസ് ബിൽഡ് ചെയ്തത്. വീണ വിജയൻ വാങ്ങിയ പണത്തിൻ്റെ ബേസിലാണ് എൻ്റെ കേസ് ബിൽഡ് ചെയ്തത്. അതിന് കാരണം ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞാലും, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാലും, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാലും ഡയറി നോട്ടിങ്സിലാണ് ആ പേര് വന്നത്. ഡയറി നോട്ടിങ്സിലുള്ള പേര് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റിൽ പിണറായി വിജയൻ പണം വാങ്ങിയതായി എനിക്ക് അലജിയായിരുന്നു. ഞാൻ പറഞ്ഞത്, വീണ വിജയൻ വാങ്ങിയ പണം നോബഡി ക്യാൻ ഡിനൈ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. അത് അവരും ഡിനൈ ചെയ്തിട്ടില്ല, അത് വിജിലൻസും ഡിനൈ ചെയ്തിട്ടില്ല, ഈവൻ കോടതിയും ഡിനൈ ചെയ്തിട്ടില്ല. കാരണം അത് ബാങ്കിങ് ചാനലിൽ വാങ്ങിയ പണമാണ്. സോ ഐ കുഡ് ഓൺലി ബിൽഡ് മൈ കേസ് ഓൺ എ സോളിഡ് ബേസിസ്. അതുകൊണ്ടാണ് വീണ വിജയൻ്റെ കേസ് പറയും, മറ്റു കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ പണം വാങ്ങി എന്ന് പറഞ്ഞ് ആ ലൈൻ മാത്രം എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യായിരുന്നു. ഞാനത് ബിൽഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് വീണ വിജയൻ പണം വാങ്ങി എന്നുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആണ്.